ഓണക്കാലത്ത് അത്തപ്പൂക്കളം ഉണ്ടാക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ജമന്തി. പുതുതലമുറയ്ക്ക് പ്രചോദനമേകി ഒരു സുവർണ സംരംഭവുമായി മുന്നോട്ട് വന്ന യുവ കർഷകൻ ശ്രീരാജിന്റെ ജമന്തിത്തോട്ടത്തിലേക്ക് പോയാലോ? SS വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണ്ണാൻപാറയിൽ പാട്ടത്തിനെടുത്ത 20 സെന്റിലാണ് യുവ കർഷകൻ ശ്രീരാജിന്റെ ജമന്തിപ്പൂ കൃഷി. ഓണവിപണി മുന്നിൽ കണ്ടാണ് ഒരു മാസം മുൻപ് ശ്രീരാജ് ആഫ്രിക്കൻ മേരിഗോൾഡ് ഇനത്തിലെ മഞ്ഞയും ഓറഞ്ച് നിറത്തിലുമുള്ള ജമന്തി തൈകൾ കാടുപിടിച്ചു കിടന്ന ഭൂമിയിൽ നട്ടുപിടിപ്പിച്ചത്. ഇപ്പോൾ പാടം നിറയെ മനം നിറയ്ക്കുന്ന ജമന്തി പൂക്കൾ പൂത്തു നിൽക്കുകയാണ്. പൂക്കൾ വിരിഞ്ഞതോടെ ഫോട്ടോഷൂട്ടിനും ജമന്തിപ്പാടം കാണുന്നതിനായും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. നമസ്കാരം, ഞാൻ ശ്രീരാജ്, കട്ടായിക്കുണം സ്വദേശിയാണ്. ഇത് കട്ടായിക്കുണം മണ്ണാൻപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ കുട്ടിക്കാലം മുതലേ കളിച്ചു കിടന്ന ഒരു സ്ഥലമാണിത്. ഒരുപാട് ഇപ്പോൾ കൃഷിയൊന്നും ഇല്ലാണ്ട് ഒരുപാട് കാട് കയറി കിടന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കാടെല്ലാം ചെത്തിപ്പറച്ച് ഇപ്പോൾ ഒരു പൂപ്പാടം നമ്മൾ റെഡിയാക്കിയിട്ടേക്കാം. ഇത് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, തരിശ് ഭൂമികളെല്ലാം കൃഷിയിടങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പദ്ധതി. അതിൻ്റെ ഭാഗമായി ഞാനിങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മെമ്പർ സഖാവ് പ്രവീൺ, കാട്ടായിക്കുണം വാർഡ് മെമ്പർ സഖാവ് പ്രവീൺ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് സഞ്ജീവനി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ കീഴിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്തൊരു പൂപ്പാടമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്നോളം കാട് കയറിയത്, എൻ്റെ ഹൈറ്റോളം കാട് കയറി കിടന്ന നല്ലൊരു പുരയിടമായിരുന്നു. അത് JCB കയറ്റി വൃത്തിയാക്കി ഒരു 5 ദിവസത്തോളം കഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു പൂപ്പാടം റെഡിയാക്കാനുള്ള തിട്ട റെഡിയാക്കാനായിട്ട്. ഞാനിത് ഇറങ്ങിയപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, നമ്മുടെ ഒരു ചേട്ടന്മാരായ ഒരു 5 സുഹൃത്തുക്കളുണ്ട്, അവർ കൂടി ഇറങ്ങി എന്നെ സഹായിച്ചു. കുറച്ചുകൂടി വിപുലമായി കുറച്ച് പൂക്കൾ കൂടി നമുക്ക് വച്ച് പിടിപ്പിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതിനായി ഇപ്പോൾ അടുത്തുള്ള വയലുകാർ നമ്മളോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, നീ ഇതും കൂടെ എടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ എടുത്ത് ഇതൊരു വലിയ പൂപ്പാടമാക്കി മാറ്റാനുള്ള ഒരു പദ്ധതി കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ എൻ്റെ ഇവിടുത്തെ റെസിഡൻസ്, കട്ടായിക്കുണം മണ്ണാൻപാറ റെസിഡൻസ്, അതിൻ്റെ സെക്രട്ടറി കൂടി ആണ് ഞാൻ. അത് ഞാനിങ്ങനെ റെസിഡൻസിൽ പറഞ്ഞപ്പോൾ റെസിഡൻസും അതിലുള്ള ആൾക്കാർ കൂടി ഇറങ്ങി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കൊച്ചനുജന്മാരും ചേട്ടന്മാരും എല്ലാവരും ഇപ്പോൾ ഒരേ മനസ്സോടെ നിൽക്കുകയാണ് ഇതൊരു വലിയ പൂപ്പാടമായി കാണാനും. അവർ കൂടി സഹായിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒഴിഞ്ഞിടക്കുന്ന ഒരു 2-3 വയൽ കൂടി ഞങ്ങൾ എടുത്ത് ഇതൊരു വലിയ പൂപ്പാടമാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ. കണ്ടില്ലേ, നമ്മൾ വയൽ പണിയെടുത്താൽ അതിനുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. ഇപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. ഇതൊരു ബിസിനസ്സായി കാണാതെ നമുക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ നമ്മളിവിടെ ഒന്ന് പണിയെടുത്ത് നോക്കിയാൽ നമുക്കതിനുള്ള ഫലം കിട്ടും. പൂക്കൾ ഇത് നമ്മുടെ കഴക്കൂട്ടം കൃഷിഭവനിൽ നിന്നും 5 രൂപ നിരക്കിൽ വാങ്ങിച്ച തൈകളാണ്. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം, പ്രത്യേകിച്ച് വളങ്ങൾ ചെയ്യണം, അത് വേണ്ട രീതിയിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാനിതിലിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണാപ്പൊടിയും, എനിക്ക് കോഴി ഫാമുണ്ട്, ബ്രോയിൽ കോഴിയുടെ, അപ്പോൾ അതിൻ്റെ വളങ്ങളുമൊക്കെയാണ് ഇതിലിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വയൽ നല്ല ഹൈറ്റിൽ പൊക്കി പണകോരിയൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂട്ടിൽ അധികം വെള്ളം കെട്ടത്തില്ല. അപ്പം നടുക്ക് ചാല് കീറിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളം വീത്താനും നമുക്ക് എളുപ്പമുണ്ട്. ഒരുപാട് പേർ ഇത് ഇപ്പോൾ കാണാനും ഒക്കെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട്, പൂക്കൾ കാണാനും. നമ്മൾ നട്ടത് മറ്റുള്ളവർ കാണുക, അതിലും നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളെന്ന് പറയുന്നത്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ ഒരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ 100 ഉണ്ടായിരുന്നേ. നമസ്കാരം, ഞാൻ സന്തോഷ് ബാബു വെഞ്ഞാറമൂട്.
വളരെ സന്തോഷകരമായൊരു കാര്യം ഞാൻ അറിയിക്കുകയാണ്. ഇത് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീരാജ് കാട്ടായിക്കുണമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ ഒരു ജമന്തി പൂന്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു സമയമാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ പ്രിയ സുഹൃത്താണ് ശ്രീരാജ്. കാര്യം ശ്രീരാജ് ഈ ഓണത്തോടനുബന്ധിച്ച് ജമന്തി കൃഷി ചെയ്തിരുന്നു. ഏകദേശം 1500 അല്ലേ, 1500 മൂട് ജമന്തി തൈ അദ്ദേഹം നട്ടു. ദൈവാനുഗ്രഹത്താൽ ഈ 1500 ജമന്തി തൈയും പൂത്ത് മനോഹരമായി നിൽക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ സന്തോഷവേളയിൽ അദ്ദേഹത്തിന് ഒരുപാട് പേര്, കൈരളി, 24, പത്രമാധ്യമങ്ങൾ, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തെ അദ്ദേഹത്തെ ആദരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരാദരവ് ഞാൻ അദ്ദേഹത്തിന് നൽകുകയാണ് ഈ സന്തോഷ നിമിഷത്തിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമാണ് ഈ ജമന്തി തൈ കൃഷി. അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിന് ഫലമുണ്ടായി. ഏകദേശം 1500ഓളം ജമന്തി തൈ നട്ടു. എല്ലാം പൂത്ത് നിൽക്കുന്ന വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ പേരിലും പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് ഞാൻ ഈ ആദരവ് സമർപ്പിക്കുന്നു. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെയുള്ളൊരു വിഷ്വൽ പ്ലേസ് കണ്ടിട്ടുള്ളൂ. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടായിക്കുണം, പോത്തങ്കോട് കാട്ടായിക്കുണത്താണ് ഈ സ്ഥലം. എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു വൈബാണ്. എല്ലാവരും വരണം, വന്ന് ശ്രീരാജിൻ്റെ ഈ ഒരു സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ശ്രീരാജ്, അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് 1500-ൽ നിന്ന് 5000-ലേക്കൊക്കെ മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇവിടെ ഒഴിഞ്ഞിടക്കുന്ന കുറച്ച് ഭാഗത്തെങ്കിലും കുറ്റിമുല്ല, അങ്ങനെ അതിലുള്ള കുറച്ച് ചെടികൾ കൂടി വെച്ച് പിടിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു വലിയ പൂപ്പാടാകുമ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടെങ്കിൽ ഒരു ഭംഗിയാണുള്ളൂ. കാണുന്നവർക്ക് ഒരു തൃപ്തി കൊടുക്കണം. കുറച്ച് കുറ്റിമുല്ല, അതിലുള്ള കുറച്ച് ചെടികൾ കൂടി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ കാട്ടായിക്കുണം DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർക്കും ഇതിലൊക്കെ ഒരുപാട് ഇതുള്ളതാണ്. അപ്പോൾ അവർക്ക് കമ്പമുള്ളതാണ് ഇതിലൊക്കെ. അതിൽ എൻ്റെ 2-3 DYFI പ്രവർത്തകർ തന്നെ ഇതിൽ ഈ ചെടി ചെയ്യുന്ന 2 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുമായിട്ടും ഞാനത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ കുറ്റിമുല്ല ഇതൊക്കെ നടാം എന്നൊക്കെ. അപ്പോൾ അവരും അതുപോലെയൊക്കെ നടണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. പിന്നെ DYFIയിലെ കാട്ടായിക്കുണം യൂണിറ്റിലെ എല്ലാ സഹാക്കളും, കാട്ടായിക്കുണം DYFIയിലെ എല്ലാ മേഖലയിലെ എല്ലാ സഹാക്കളും ഇവിടെ വന്ന് പൂ കാണാനും അവരും വന്ന് ഇടയ്ക്കൊക്കെ സഹായിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.